താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അപ്പച്ചി വിളിച്ചിരുന്നു, എല്ലാവരോടും നേരത്തെ വരാൻ പറഞ്ഞിട്ട്. കഴിക്കുന്നതിനിടയിൽ രാജിയമ്മ പറഞ്ഞു, അതിനെന്താ നമുക്ക് പോകലോ, എപ്പോഴെങ്കിലും ഞാൻ റെഡി. കുറച്ച് തുണികൾ കഴുകാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. നാളെ ഇച്ചാൻ്റെ വീട്ടിലേക്ക് പോവല്ലേ? ഇഷാനി പറഞ്ഞു. പോയാലിടക്കൊക്കെ വരണം കേട്ടോ, ശ്രീകുട്ടി സേവിച്ചിന് നോക്കി പറഞ്ഞു. അതിനെന്താ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് വരാം. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല അവിടെ. എന്തായാലും നാളെ പോകുന്ന അമ്മച്ചിയുടെ അടുത്തേക്കാ, കുറച്ച് കാര്യങ്ങളുണ്ട് വെളിപ്പെടാൻ. അവനെന്തൊക്കെയോ മനസ്സിലുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇതേ സമയം മേരിയമ്മയുടെ വീടിനുമ്പിൽ ഒരു ബുള്ളറ്റ് വന്ന് മുരണ്ടു നിന്നു. അതിൽ നിന്നും 6 അടി പൊക്കവും അതിനത്തെ ശരീരമുള്ള ഒരാൾ ഇറങ്ങി. ചുറ്റുമൊന്ന് വീക്ഷിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറിയയാൾ. നിന്നെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഞാൻ, വരൂ ഡാനിയൽ. മേരിയമ്മ ചിരിച്ചുകൊണ്ട് വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് അകത്തു നിന്നും വന്നു. മേരിയമ്മയെ കാണാൻ ഞാൻ പോവോ? ചിരിച്ചുകൊണ്ട് അവൻ മേരിയമ്മയുടെ അടുത്തേക്ക് നടന്നു. ഡാനിയൽ ഈശ്വർ IPS. നിനക്ക് ഇവിടേക്ക് പോസ്റ്റിംഗ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു മോനെ. നീ ഇപ്പോൾ വരുമെന്ന് കരുതിയില്ല, ചാർജ് എടുത്തതിന് ശേഷമായിരിക്കും എന്നെ കാണാൻ വരികയെന്ന് കരുതി. ഡാനിയൽ ഈശ്വർ IPS. മേരിയമ്മ പറഞ്ഞു കേട്ട് അവരെ ചേർത്ത് പിടിച്ചു ഡാനിയൽ. അതെങ്ങനെ ശരിയാവും മേരിയമ്മേ? എനിക്ക് മേരിയമ്മയുടെ അനുഗ്രഹമാകാതെ എങ്ങനെ ഞാൻ പോകും? എന്നെ അർഹനാക്കിയത് മേരിയമ്മയല്ലേ? ഡാനിയൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോനെ, നീ അന്ന് എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നോ? നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് ജീവിതം തിരിച്ചിട്ടത് എന്തിനാ? എനിക്കിപ്പോൾ കുട്ടികൾ 3. 1 എൻ്റെ സേവി, 2 എന്നെ രക്ഷിച്ച നീ, 3 എൻ്റെ ഇഷാനി മോള്. ക്ലാരെ, കഴിക്കാൻ എടുത്തു വെക്ക്. അങ്ങോട്ട് വന്ന ക്ലാരയെ നോക്കി പറഞ്ഞു മേരിയമ്മ. എടുത്തു വെച്ചു, വിളിക്കാൻ വന്ന ഞാൻ. രണ്ടുപേരും കൈ കഴുകിയിരുന്നു. നിന്റെ രഹസ്യം ഇപ്പോൾ ഇഷാനി അറിയണ്ട, അതൊക്കെ വഴിയെ അറിയിക്കാം. നിന്റെ സഹോദരങ്ങളെ മറയില്ലാതെ നിനക്കിനി കാണാം. മേരിയമ്മ പറഞ്ഞപ്പോൾ ഡാനിയൽ അവരെ സ്നേഹത്തോടെ നോക്കി. അന്നത്തെ സംഭവം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് മോനെ. അവർ ആലോചനയോടെ പറഞ്ഞു. മഴ പെയ്യുന്ന വൈകുന്നേരം, മലയോരപാത മുഴുവൻ മൂടി നിൽക്കുന്ന മഞ്ഞ്, കാറ്റ് തണുത്ത് ചുളുങ്ങി വീശുന്നു. വഴിയുടെ ഒരു വശം കല്ലുമതി, മറുവശം ആഴമേറിയ കൊക്ക. താഴേക്ക് നോക്കാൻ പോലും ധൈര്യം വരാത്ത ഇരുണ്ട ആഴം. റോഡിലൂടെ ഒറ്റക്കൊരു കാറ് പതുക്കെ മുന്നോട്ട് നീങ്ങിയായിരുന്നു. സ്റ്റിയറിംഗിന് പിന്നിൽ മേരിയമ്മ. ഇന്ന് ഡ്രൈവർ വന്നിരുന്നില്ല. അത്ര ദൂരമൊന്നുമില്ല, ഞാൻ തന്നെ ഓടിച്ചു പോയെന്ന് അവർ ഉറപ്പു പറഞ്ഞിരുന്നു. വൈപ്പർ മുന്നിലെ മഴത്തുള്ളികൾ തട്ടിക്കളഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ കാഴ്ച വ്യക്തമായിരുന്നില്ല. ഇന്നത്തെ കാലാവസ്ഥ ശരിയല്ല, അവർ സ്വയം പറഞ്ഞു. അന്നേരം റിവർ മിററിലൊരു വെളിച്ചം. പിന്നിൽ നിന്നൊരു ബ്ലാക്ക് കാർ വേഗത്തിൽ അടുത്തു. അത്ര വേഗം കാർ അടുത്തെത്തി. പിന്നെ ദൂരം പാലിച്ച് ഫോളോ ചെയ്യാൻ തുടങ്ങി. മിററിൽ കൂടി കണ്ടു, ആ കാർ ഓടിക്കുന്ന ജോയിക്കുട്ടിയാണ്. മേരിയമ്മയുടെ മനസ്സിലൊരു അസ്വസ്ഥത. ഇവന്റെ ഉദ്ദേശം ശരിയല്ലല്ലോ കർത്താവേ. വഴി കൂടുതൽ സ്ലിപ്പറിയായി. കുന്നിറക്കം തുടങ്ങുന്ന ഭാഗം സ്പീഡ് കുറച്ചു, പക്ഷെ പിന്നിലെ കാറ് അതേ സ്പീഡിൽ തന്നെ. പെട്ടെന്ന് ഒരു വലിയ ഇടിക്ക് കാറ് മുന്നോട്ട് തള്ളി. സ്റ്റിയറിംഗ് തന്റെ കയ്യിൽ നിന്നും വഴുതി. എന്താ ഇത്? വീണ്ടും കൺട്രോൾ പിടിക്കാൻ ശ്രമിച്ചു. കാറിന്റെ പിന്നിൽ വീണ്ടും ഇടിച്ചു. ഇപ്പോൾ കാർ പൂർണ്ണമായി നിയന്ത്രണം വിട്ടു. ആൾ ബ്രേക്ക് അമർത്തി. ടയർ റോഡിൽ സ്ലിപ്പ് ചെയ്തു. കാറ് വലത്തോട്ട് തിരിഞ്ഞു. റോഡിന്റെ അരികിലെ കല്ലുമതിൽ തകർന്നു. അടുത്ത നിമിഷം കാറ് വായുവിൽ തങ്ങി. മേരിയമ്മയുടെ കണ്ണുകൾ ഭയത്തിൽ വിറച്ചു. മാതാവേ! നിലവിളിച്ചവർ. കാറ് കൊക്കയിലേക്ക് പതിച്ചു. ചില്ലുകൾ തകർന്നു. കാറ് മറിഞ്ഞു താഴേക്ക് വീണു. എല്ലാ ഒരു നിമിഷത്തിൽ. വീഴ്ചയുടെ ഇടയിൽ പെട്ടെന്ന് കാറിന്റെ ഡോർ അകത്തുനിന്നോ പുറത്തുനിന്നോ അറിയാത്തൊരു ശക്തിയിൽ തുറന്നു. മേരിയമ്മ സീറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളിത്തെറിച്ചു. ശരീരം വായുവിൽ പറന്നു. താഴേക്ക് പതിക്കാൻ പോകുമ്പോൾ ഒരു വലിയ മരത്തിന്റെ കൊമ്പിൽ അവൾ കുടുങ്ങി. വസ്ത്രം കീറി. പക്ഷെ അവൾ താഴേക്ക് വീണില്ല. കാർ അതിനേക്കാൾ താഴേക്ക് പതിച്ചു. ശബ്ദം മലമുകളിൽ മുഴങ്ങി. മഴ തുടർന്നു. കാറ്റ് കരഞ്ഞു. മരത്തിന്റെ കൊമ്പിൽ ജീവനും മരണത്തിനും ഇടയിൽ തൂങ്ങി മേരിയമ്മ. ബോധം മങ്ങിത്തുടങ്ങി. അന്നേരം മലയുടെ അടിവാരത്തിൽ നിന്ന് ഒരു പിക്കപ്പ് വാൻ കയറി വരികയായിരുന്നു. വണ്ടി നിറയെ മലഞ്ചരക്ക് സാധനങ്ങൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, വന്യഫലങ്ങൾ. സ്റ്റിയറിംഗിന് പിന്നിൽ ഡാനിയൽ. നശിച്ച മഴ. മഴ കാരണം വഴികൾ കഠിനമായിരുന്നു. പെട്ടെന്ന് മുകളിൽ നിന്നൊരു വലിയ ശബ്ദം. ഡാനിയൽ ബ്രേക്ക് ഔട്ടി. എന്താ? അവൻ മുന്നോട്ട് നോക്കി. ഒരു കാറ് വേഗത്തിൽ താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. അസാധാരണ വേഗം. അപകടം? അവൻ സംശയത്തോടെ നോക്കി. കൈ കാണിച്ചു. വണ്ടിയിൽ 2 പേരുണ്ടായിരുന്നു. അവന്റെ മനസ്സിൽ പതിഞ്ഞ അവരുടെ മുഖം. അത് നിർത്തിയില്ല, മറിച്ച് വേഗം കൂട്ടി മറിഞ്ഞു. ഡാനിയലിന്റെ കണ്ണുകൾ മൂർച്ചയായി. പോക്ക് ശരിയല്ലല്ലോ. അവൻ വണ്ടി റോഡിന്റെ വക്കിൽ നിർത്തി. മഴയെപ്പോലെ അവഗണിച്ചിറങ്ങി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. റോഡിന്റെ അരികിലെത്തി ബ്രേക്ക് പിടിച്ച ടയർ പാട്, പൊട്ടിയ ചില്ല് കഷ്ണം. അപകടം ഉറപ്പാക്കിയവൻ. ദൈവമേ! ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല. അവൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ചളി, കല്ല്, വഴുക്ക്. അവനൊരു അഭ്യാസിയെ പോലെ ഇറങ്ങി. ആരെങ്കിലും ഉണ്ടോ? തെറിച്ചു വീണ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഒരു പ്രതീക്ഷ. കുറച്ചുകൂടി ഇറങ്ങിയപ്പോൾ കണ്ടു, മരത്തിന്റെ കൊമ്പിൽ രക്തത്തിൽ കുളിച്ച് തൂങ്ങി ജീവൻ പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ. ഒന്ന് പിടിച്ചേക്ക്, ഞാനെത്തി, പേടിക്കലേ, ഞാനുണ്ട് കേട്ടോ, വിളിച്ചു പറഞ്ഞു. അവൻ വീണ്ടും ഇറങ്ങി. കൈകൾ വഴുതി, മുട്ടുകൾ മുറിഞ്ഞു. പക്ഷെ അവൻ നിർത്തിയില്ല. മരത്തിന് സമീപമെത്തി. കൈനീട്ട്! മേരിയമ്മയുടെ കണ്ണുകൾ പാതിയായി തുറന്നു. അവർ കൈനീട്ടി.
ഡാനിയൽ അവരുടെ കൈ പിടിച്ചു. ഒരു ശക്തമായ പിടി. അവൻ അവരെ തന്റെ വശത്തേക്ക് വലിച്ചു. കൊമ്പ് കുലുങ്ങി. ഒരു നിമിഷം ഇരുവരും താഴേക്ക് വീഴും പോലെ. പക്ഷെ അവൻ വിട്ടില്ല. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാനല്ല പറയുന്നത്, അമ്മയെ മുറുക്കെ പിടിക്കുക. ഒടുവിൽ അവരെ സുരക്ഷിതമായി പിടിച്ചവൻ. ഒന്ന് ശരിക്കു നിൽക്കുന്ന ഭാഗം വന്നപ്പോൾ അവൻ അവരെ തോളിലേറ്റി. കാട്ടുവള്ളി അവന് കമ്പക്കയറായി. വിശ്വാസത്തോടെ അവൻ കയറി. ഓരോ ചുവടും ഒരു പോരാട്ടം തന്നെയായിരുന്നു. ശ്വാസം വിലങ്ങി, ശരീരം ക്ഷീണിച്ചു. പക്ഷേ മനസ്സുറച്ചു. 2 ജീവനുകളാണ് തൂങ്ങിക്കിടക്കുന്നത്. സ്വന്തം അമ്മച്ചിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. പിന്നെ ആ ഊർജത്തിലാണ് അവൻ കയറിയത്. മുകളിലെത്തി. അതിസാഹസികമായി തന്നെ റോഡിലേക്ക് അവരെ കിടത്തി. വാഹനത്തിൽ നിന്ന് വെള്ളക്കുപ്പിയെടുത്ത് മുഖത്ത് തെളിച്ചു. വന്നില്ല, അവർക്ക് ഓർമ്മ വന്നില്ല. തന്റെ വാഹനത്തിലേക്ക് അവരെ കിടത്തി. ചന്തയിലേക്ക് പോകുന്ന വഴി മറന്നു മറ്റൊരു വഴി തിരിഞ്ഞു. അവന്റെ ആദിവാസി കോളനിയിലേക്ക്. കുറച്ചു നേരം കഴിഞ്ഞ് കാടിനുള്ളിലെ ചെറിയ കുടിലുകൾ. അവിടെയായിരുന്നു അവന്റെ വീട്. അമ്മജി, വാതിലോർക്ക്, അവൻ വിളിച്ചു. ഒരു വയോധിക സ്ത്രീ വാതിൽ തുറന്നു. എന്താ ഡാനിയേൽ? അവർ ഞെട്ടി. ഒരപകടം പറ്റിയതാ, ഇവർ രക്ഷിക്കണം. ഞാൻ വൈദ്യനെ വിളിച്ചിട്ട് വേഗം വരാം, അവൻ പറഞ്ഞുകൊണ്ട് കയർക്കട്ടിൽ കിടത്തി പുറത്തേക്ക് ഓടി. അവന്റെ അമ്മച്ചി നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതപ്പ് പുതപ്പിച്ചു. മുറിവുകൾ കഴുകി. ആ രാത്രി ആ ചെറിയ കുടിലിൽ ജീവനും മരണവും തമ്മിലൊരു പോരാട്ടം നടന്നു. പുലർച്ചെ മേരിയമ്മയുടെ കണ്ണുകൾ പതുക്കെ തുറന്നു. മുകളിലെ തടിമേൽക്കൂര, അപരിചിതമായ ഇടം. അവൾ ഭയത്തോടെ നോക്കി. അവളുടെ സമീപം ഡാനിയേൽ ശാന്തമായി ഇരിക്കുന്നു. അവൻ അവളെ കണ്ട് ചിരിച്ചു. ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതമാണ്. അവന്റെ ശബ്ദം സാന്ത്വനമായി. മേരിയമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. നീ ആരാ മോനെ? ഡാനിയേൽ, ഇതെന്റെ അമ്മച്ചി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു ബന്ധത്തിന്റെ തുടക്കമായിരുന്നത്. ഒരമ്മ മകൻ. ജന്മബന്ധമല്ല, കർമ്മബന്ധം. ഡാനിയേൽ ഈശ്വർ കാടിന്റെ അകത്തളങ്ങളിൽ മഴയും കാറ്റും കൂട്ടുകാരായിരുന്ന ഒരു ചെറിയ ആദിവാസി കോളനി. അവിടെ ഒരു ചെറിയ കുടി. അവിടെയാണ് ഡാനിയേൽ ജനിച്ചത്. അമ്മ ലീലാമ്മ, അച്ഛൻ പേരിൽ മാത്രമുണ്ടായ ഒരാൾ. ഡാനിയേൽ വളർന്നപ്പോൾ ചോദിച്ച ആദ്യ ചോദ്യങ്ങളിലൊന്ന് അതായിരുന്നു, എന്റെ അച്ഛൻ എവിടെയാണ്? ലീലാമ്മയുടെ കണ്ണുകൾ നിറയും. ദൂരെയാ മോനെ, ഒരിക്കൽ വരും നിന്നെ കാണാൻ, അവർ പറയുമായിരുന്നു. പക്ഷെ ആ ഒരിക്കൽ അതിലായിരുന്നു കുഞ്ഞു ഡാനിയലിന്റെ പ്രതീക്ഷ. അവൻ അച്ഛന്റെ ഓർമ്മകളായി ഉണ്ടായിരുന്ന ഒരു പഴയ ഫോട്ടോ. ഒറ്റ നോട്ടത്തിൽ പോലീസാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള രൂപം. അവൻ വിശ്വസിച്ചു തന്റെ അച്ഛനൊരു പോലീസാണെന്ന്. ആ കുടിയിലെ വലിയ ട്രങ്ക് പെട്ടിയിൽ ആ ഫോട്ടോ അവൻ സൂക്ഷിച്ചു വെച്ചു. ഒരു കത്ത് പോലും വരാത്ത ജീവിതം. ദാരിദ്ര്യത്തിന്റെ സ്കൂൾ. ഡാനിയലിന്റെ ബാല്യം എളുപ്പമല്ലായിരുന്നു. പകൽ കാട്ടിൽ പോവും, കിഴങ്ങ് പറിക്കും, വന്യഫലങ്ങൾ ശേഖരിക്കും. അമ്മ തേയിലെന്നുള്ളാൻ പോവും. ഒളിവിൽ പാർത്ത അപ്പന്റെ സ്നേഹിതൻ മകളെ വയറ്റിലുണ്ടാക്കി പോയതിൽ മനം നൊന്ന അപ്പന്റെ ആത്മഹത്യ ലീലാമ്മയെ എല്ലാവരിൽ നിന്നും അകറ്റി. അവൾ ഒറ്റയ്ക്ക് ജീവിച്ചു, തനിക്കെതിരെ വരുന്നവരെ പോരാടിക്കൊണ്ട് തന്നെ. അന്നത്തെ ചെറുപ്പത്തിൽ അവൾക്ക് ബലം മൂർച്ചയുള്ള വാക്കത്തെയും അതിനേക്കാൾ മൂർച്ചയുള്ള നാവുമായിരുന്നു. ഒരു ചെറിയ വിളക്കിന്റെ വെളിച്ചത്തിൽ പഠനം. നീ പഠിക്കണം മോനെ, എല്ലാവർക്കും മുമ്പിൽ ജീവിച്ച് കാണിക്കണം നമുക്ക്. അമ്മച്ചിയുടെ വാക്കുകളായിരുന്നു അവന്റെ ഊർജം. ആ വാക്കുകൾ അവന്റെ ഉള്ളിൽ തീയായി. കോളനിയിലെ കുട്ടികൾക്ക് ജീവിതം സർവൈവലായിരുന്നു. പക്ഷേ ഡാനിയലിന് ജീവിതം ഒരു പോരാട്ടമായിരുന്നു. അവൻ ചോദിച്ച ചോദ്യങ്ങൾ മറ്റുള്ളവരുടേതിൽ നിന്നും വ്യത്യസ്തം. എന്തുകൊണ്ട് നമ്മൾക്കൊരു അവസരമില്ല? അവന്റെ ഉള്ളിലെ ചോദ്യം. ഒരധ്യാപകൻ ഡാനിയലിനെ ശ്രദ്ധിച്ചു. അദ്ദേഹം അവനെ സഹായിച്ചു. പുസ്തകങ്ങൾ നൽകിയും ഫീസ് അടച്ചും യൂണിഫോം വാങ്ങി നൽകിയും സഹായിച്ച് ഡാനിയൽ പഠനത്തിൽ തിളങ്ങി. ഗ്രാമത്തിൽ ആദ്യമായി +2 ഡിസ്റ്റിങ്ഷൻ വാങ്ങി അവൻ ജയിച്ചു. അവന്റെ വിജയം മാത്രമായിരുന്നില്ല, ഒരു അധ്യാപകന്റെ വിജയം കൂടിയായിരുന്നു അത്. ആ ഗ്രാമത്തിൽ എല്ലാവരും സന്തോഷിച്ചു. അമ്മച്ചി അവന്റെ വിജയം കണ്ട് കരഞ്ഞു. അമ്മച്ചി, എന്റെ അച്ഛനെ പോലെ എനിക്കും പോലീസാവണം. മകൻ പറയുന്നിട്ട് ലീലാമ്മ ശരിക്കും ഞെട്ടി. ആരാണ് അവനങ്ങനെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരുടെ ശബ്ദം വിറച്ചു. നിന്റെ അച്ഛൻ പോലീസല്ല മോനെ, കൊലപാതകിയ. പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്നവൻ. അമ്മച്ചി അതൊക്കെ അറിയാൻ വൈകിപ്പോയി. കണ്ണീർ പൊഴിച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞ സത്യങ്ങൾ. ചന്ദ്രശേഖർ കൊലപാതക കേസ്, ഒളിവ്. ഡാനിയൽ നിശബ്ദമായി കേട്ടു. അവന്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി. അപ്പൊ ഞാൻ ഒരു കുറ്റവാളിയുടെ മകനാണോ? അവൻ പതുക്കെ പറഞ്ഞു. അവന്റെ കണ്ണുകൾ ചുവന്നു. ലീലാമ്മ കരഞ്ഞു. അവൻ പിന്നെയൊന്നും മിണ്ടിയില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ വലിയൊരു തിര ആഞ്ഞടിച്ചു. തന്റെ സ്വപ്നം. എന്റെ അച്ഛൻ കുറ്റവാളിയാണെങ്കിൽ ഞാൻ പോലീസാവും. ഗ്രാമത്തിൽ ആരും കേട്ടില്ലാത്തൊരു പരീക്ഷ, UPSC. പുസ്തകങ്ങളില്ല, കോച്ചിങ് ഇല്ല, പണമില്ല. പക്ഷെ അവനും മനസ്സുണ്ടായിരുന്നു. അവൻ ജോലി ചെയ്തു. പകൽ കൂലി, രാത്രി പഠനം. വർഷങ്ങൾ, പരാജയങ്ങൾ, വീണ്ടും ശ്രമം. ഒടുവിൽ കഴിവ് മാത്രം പോരാ, പണവും സ്വാധീനം വേണമെന്ന് അവന് മനസ്സിലായി. അതോടെ ആ ശ്രമം ഉപേക്ഷിച്ചു. പണിയെടുക്കാനും വണ്ടി ഓടിക്കാനും അവൻ ഇറങ്ങി. മണ്ണിൽ പൊന്നു വിളയിച്ചു. അവന്റെ ജീവിതത്തിൽ അന്ന് രാത്രി ഉണ്ടായ സംഭവം അവന്റെ ജീവിതം മാറ്റിയ അമ്മ. അവരാണ് മേരിയമ്മ. അവനെ വീണ്ടും സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചവർ. അവിചാരിതമായിട്ടാണ് തന്റെ അച്ഛന്റെ ഫോട്ടോ ഡാനിയൽ മേരിയമ്മയെ കാണിക്കുന്നത്. എല്ലാം അറിയുന്നവർ. ലീലാമ്മ ഡാനിയലിന്റെ ജന്മരഹസ്യം മേരിയമ്മയോട് വെളിപ്പെടുത്തി.
അപ്പന്റെ ഏതോ ഒരു കൂട്ടുകാരൻ ചന്ദ്രശേഖരനെ ആ കുടിലേക്ക് കൊണ്ടുവരുന്നു. അവർ തമ്മിൽ അടുക്കുന്നതെല്ലാം പറഞ്ഞു. ഡാനിയൽ വഴി മൂർത്തി അങ്ങോട്ട് വരുത്തുന്നു മേരിയമ്മ. ആരും അറിയാതെ ഹോസ്പിറ്റലിൽ ചികിത്സ നേടുന്നു. കാലിന്റെ സ്വാധീനം കുറച്ച് കുറഞ്ഞുവെങ്കിലും ആരോഗ്യവതിയായി അവർ. മൂർത്തിയുടെ സഹായത്താൽ ഡാനിയലിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഊട്ടിയിലെ ബംഗ്ലാവിലേക്ക് താമസം മാറ്റി. രഹസ്യമായ കൂടിക്കാഴ്ചകൾ. ബിസിനസ് രംഗത്ത് മേരിയമ്മയുടെ കരുനീക്കങ്ങൾ. റിസൾട്ട് ഡാനിയലിന് ഓൾ ഇന്ത്യ റാങ്ക് IPS. കോളനി മുഴുവൻ ആഘോഷം. അമ്മച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ മോൻ പോലീസായി. മൂർത്തി ചന്ദ്രശേഖരനെ ഊട്ടിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് ചന്ദ്രശേഖർ മകനും കാണാൻ അവസരം ഒരുക്കി മേരിയമ്മ. അങ്ങനെയാണ് വിവരങ്ങളൊക്കെ ചന്ദ്രശേഖർ അറിയുന്നത്. ലീലാമ്മയുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും ഒരു കുട്ടി തനിക്കുള്ള വിവരമൊന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. ലീലാമ്മയുടെ അപ്പൻ ആത്മഹത്യ ചെയ്തതിൽ പിന്നെ അയാൾ അങ്ങോട്ട് പോയിട്ടില്ല. തന്റെ അച്ഛന്റെ മരണവും കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും കൂടി അച്ഛന്റെ കടയേറ്റെടുത്തു. അതിനു പിന്നാലെ വിവാഹവും പാർട്ടി പ്രവർത്തനവുമെല്ലാം ലീലാമ്മ മറവിലേക്ക് പൂർണ്ണമായും തള്ളപ്പെട്ടിരുന്നു. ഊട്ടിയിൽ ആ വലിയ ബംഗ്ലാവിന്റെ വരാന്തയിൽ വെളിച്ചം മങ്ങിയിരുന്നു. ചന്ദ്രശേഖർ കസേരയിലിരുന്നു. എതിരെ മേരിയമ്മ. വർഷങ്ങൾ പോയിരിക്കുന്നു ശേഖര. ലീലാമ്മ തനിക്ക് തന്ന ദാനമാണ് തന്റെ കൂടെ ഇപ്പോൾ രാജിയും മക്കളും. ചന്ദ്രശേഖർ ഇരുന്നിടത്ത് എഴുന്നേറ്റു. ആ പേര് ലീലാമ്മ. തന്റെ കൗമാര കാമാഗ്നിയെ ശമിപ്പിച്ചവൾ. മേരി, നീ എന്തൊക്കെയായി പറയുന്നു? ലീലാമ്മ, നീ അവളെ കണ്ടോ? അയാളുടെ സ്വരമിടറിപ്പോയി. നിനക്ക് മക്കൾ 3 ശേഖര. നിന്റെ പെൺമക്കൾക്ക് മുന്നേ ജനിച്ചവനുണ്ട്, ഡാനിയേൽ ഈശ്വർ. വാതിൽ പതുക്കെ തുറന്നു. ഡാനിയൽ അകത്ത് കയറി. ഒരു നിമിഷം ഇരുവരും ഒരുമിച്ച് നോക്കി നിന്നു. ഒരേ രക്തം, ഒരേ മുഖഛായ, പക്ഷേ ജീവിതം വ്യത്യസ്തം. ചന്ദ്രശേഖരന്റെ കണ്ണുകൾ നിറഞ്ഞു. ഡാനിയേൽ, എന്റെ മോനെ. ആ ശബ്ദം വിറച്ചു. ഡാനിയലൊന്നും പറഞ്ഞില്ല. അവനടുത്തേക്ക് നടന്നു. ഓരോ കാൽവെപ്പ് ഉറച്ചതായിരുന്നു. ഞാൻ നിന്റെ അച്ഛനാ മോനെ. ആ വാക്കുകൾ പുറത്തേക്ക് വരാൻ ചന്ദ്രശേഖർ വല്ലാതെ ബുദ്ധിമുട്ടി. ഡാനിയലിന്റെ കണ്ണുകൾ കത്തിയിരുന്നു. അച്ഛൻ? അവൻ പുച്ഛത്തോടെ ചിരി കൂട്ടി. എനിക്ക് അച്ഛനുണ്ടായിരുന്നില്ല, ഒരു ഫോട്ടോ മാത്രം ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കാരണ ഞാനിന്ന് ഈ പൊസിഷനിൽ നിൽക്കുന്നത്. കാരണം അറിയണം നിങ്ങൾക്ക്? അവനെ ആളെ വെറുപ്പോടെ നോക്കി. നിങ്ങളുടെ ആ പഴയ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ കരുതി എൻ്റെ അച്ഛൻ അന്തസ്സായ ഒരു പോലീസുകാരനാണെന്ന്. അച്ഛനെ പോലെ പോലീസ് ആവണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ അമ്മച്ചി പറഞ്ഞു നിങ്ങളൊരു കുറ്റവാളിയാണെന്ന്. അപ്പൊ പിന്നെ എനിക്ക് വാശിയായി. നിങ്ങൾ കുറ്റവാളിയാണെങ്കിൽ കുറ്റവാളിയെ പിടിക്കുന്ന പോലീസാവും. ആ വാശിയാ എന്നെ ഇവിടെ എത്തിച്ച്. ചേർത്ത് പിടിക്കാൻ ഇതുപോലൊരു അമ്മയും കിട്ടി എനിക്ക് പാതി വഴി. മേരിയമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഡാനിയൽ. ആ വാക്കുകൾ കുത്തുപോലെ വീണു ചന്ദ്രശേഖരന്റെ ഉള്ളിൽ. ചന്ദ്രശേഖർ തലതാഴ്ത്തി. കുറ്റബോധം കൊണ്ട് അയാളുടെ ഉള്ള നീറിപ്പുകഞ്ഞു. ഇനിയിരുന്നോ വൈകും, ഞാൻ ഇറങ്ങട്ടെ മേരിയമ്മേ. കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് ഡാനിയൽ പറഞ്ഞു, പോയിട്ട് വാ മോനെ. മേരിയമ്മ സന്തോഷത്തോടെ ഡാനിയലിനെ യാത്രയാക്കി. ഇഷാനി കണ്ണാടിക്കൊമ്പിൽ നിന്ന് സാരി ഉടുക്കിയാണ്. പുതിയ സാരി ആയതുകൊണ്ട് എത്ര പിടിച്ചിട്ടും പ്ലീറ്റ്സ് കിട്ടുന്നില്ല. സേവിയാണെങ്കിൽ ഒരുക്കം കഴിഞ്ഞ് വാശി കിട്ടുകയാണ്. ഇഷായ, ഈ പ്ലീറ്റ്സ് ഒന്ന് പിടിച്ചിരുമോ? ഇഷാനി ചോദിച്ചു. സേവി അവളെ തിരിഞ്ഞു നോക്കി. എന്നോടോ ബാല എന്ന അർത്ഥത്തിൽ. എന്റെ പൊന്നു വച്ചേ, ഈ വക ഏർപ്പാടൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. നീ ഇതൊക്കെ വാരി പിടിച്ച് താഴേക്ക് ചെല്ല്. അമ്മ ഉടുപ്പിച്ചു തരും. ഇല്ലെങ്കിൽ ശ്രീകുട്ടി ഉണ്ടല്ലോ, ABCD അറിയാത്ത എന്നോടാ. സേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചാ, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് പുതിയ സാരി ആയതുകൊണ്ട് ഒതുങ്ങിക്കുന്നില്ല, അതാ. ആൾ വീണ്ടും പറഞ്ഞപ്പോൾ അവനവിടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്നു. പറ, ഞാനെന്ത് ചെയ്യണം? അവൻ മുഖമുയർത്തി ചോദിച്ചു. ഞാനിങ്ങനെ പ്ലീറ്റ്സ് എടുത്തിരുന്ന് ഒതുക്കി പിടിക്കണം ഓരോന്നായിട്ട്, എന്നിട്ട് താഴേക്ക് ഒഴിഞ്ഞ് ശരിയാക്കണം. അവൻ ശ്രദ്ധയോടെ നോക്കിയെന്നു. ആളുടെ വിരലുകൾ സാരിയിലോടുമ്പോൾ അവൻ അവിടെ ആഴമേറിയ പൊക്കിൽ ചുഴിയിൽ നോട്ടമുറപ്പിച്ചു. അവന്റെ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് നാണം തോന്നി. ഇച്ചായ, സാരിയിലേക്ക് നോക്ക്. ആൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, നോക്കാം. അവൻ തലയൊന്ന് വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ആൾ പ്ലീറ്റ് ശരിയാക്കുമ്പോൾ സേവി ശ്രദ്ധയോടെ പിടിച്ചു നിന്നു. ആളുടെ മുടി അവന്റെ മുഖത്ത് തഴുകി വീണു. അവനൊന്ന് ശ്വാസം പിടിച്ചു. ഇനി ഒന്ന് അമർത്തി താഴേക്ക് ഒഴിഞ്ഞ് ശരിയാക്കിത്താ. ആൾ പറഞ്ഞ പോലെ തന്നെ സേവി ചെയ്തു. ആളെല്ലാം ഒതുക്കി പിടിച്ച് പൊക്കിൽ ചുഴിക്ക് താഴേക്ക് ഇറക്കി വെച്ചു. അതെ, ഇതൊക്കെ ഞാൻ കണ്ടാൽ മതി കേട്ടോ. ആളുടെ വയറിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞ സേവി. അതെ, സാരി എടുക്കുമ്പോൾ അല്പം വയറൊക്കെ കാണും, അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭംഗി എളുപ്പം കുറഞ്ഞാലും സാറില്ല, ഇനി നീ കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. പറഞ്ഞുകൊണ്ട് സേവി അവളുടെ ഇടുപ്പിൽ പിടിച്ച് വേദനിക്കുന്ന തരത്തിലൊന്ന് അമർത്തി. ഒന്ന് തുള്ളിക്കൊണ്ട് ആളവനെ തള്ളി മാറ്റി. ചേച്ചി കഴിഞ്ഞോ? ഞാനും അമ്മയും ഒരുങ്ങിയ കേട്ടോ. ശ്രീകുടി താഴെ നിന്ന് വിളിച്ചു ചോദിച്ചു. ആ, ദാ വരുന്നു. ഇഷാനി വിളിച്ചു പറഞ്ഞുകൊണ്ട് മുടി ഒന്നുകൂടി ചെയ്ത് സെറ്റാക്കി. ആഭരണപ്പെട്ടിയിൽ നിന്ന് കാശിമാല കൂടി എടുത്തിട്ടു. കൂടാതെ വളകളും സെറ്റാക്കി ഇട്ടു. കാതിൽ വലിയ ജിമിക്കി അണിഞ്ഞു. ഇതൊക്കെ വേണോ? അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു സേവി. അപ്പച്ചിയുടെ വീട്ടിലേക്കല്ലേ, കുറച്ചിരിക്കട്ടെ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഇടുക? ഇഷാനി പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ. സേവി ഫോണെടുത്ത് പുറത്തേക്ക് നടന്നു. കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അവളും പുറത്തേക്ക് കടന്ന് വാതിലടച്ചു.
സേവി കോണിപ്പടിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. അമ്മയും ശ്രീകുട്ടിയും ഹാളിൽ തന്നെയുണ്ട്. ഇറങ്ങാം, സേവി അവരെ നോക്കി ചോദിച്ചു. ആ മോനെ, അപ്പച്ചി ഇപ്പോഴും കൂടെ വിളിച്ചു വെച്ചതേയുള്ളൂ. ഇഷാനി വന്നതോടെ അവരെല്ലാവരും പുറത്തേക്ക് കിടന്ന് വാതിൽ അടച്ചുപൂട്ടി. താക്കോൽ പേഴ്സിൽ വെച്ച് രാജിയമ്മ. സേവി കാർ സ്റ്റാർട്ട് ചെയ്തു. ഇഷാനി കോ ഡ്രൈവിംഗ് സീറ്റിലും അമ്മയും ശ്രീകുട്ടിയും പിന്നിലുമായിരുന്നു. കാറ് മുറ്റം കാണുന്ന റോഡിലേക്ക് ഇറങ്ങി. വഴിനീളെ സംസാരിച്ചിരുന്നു ശ്രീകുട്ടി. തിരിച്ചു വരുമ്പോൾ ഒരു സിനിമ കൂടി പോകണമെന്ന് അവൾ പറഞ്ഞപ്പോൾ എതിർത്തില്ല സേവിയും. അവനങ്ങനെ സിനിമയൊന്നും കാണാറില്ല. അവരുടെ സന്തോഷമാണ് തൻ്റെയും എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നവൻ. പോകുന്ന വഴിക്ക് ബാക്കിൽ കയറി ഇഷാനിയും സേവിയും കുറെ മധുര പലഹാരങ്ങൾ വാങ്ങി അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോയി. അവരെ കാത്തിരിക്കായിരുന്നു അപ്പച്ചിയും വീട്ടുകാരും. ജ്യോതി അവരെ കണ്ടപ്പോൾ ഓടി ഇറങ്ങി വന്നു. ചന്ദ്രലേഖയും അപ്പച്ചിയെയും മോളെ അത്ര സ്നേഹത്തിൽ ആദ്യമായി കാണുകയായിരുന്നു ശ്രീകുട്ടി ഇഷാനിയും. എത്ര നേരം ഞങ്ങൾ നോക്കിയിരിക്കുന്നു, വരൂ. ചന്ദ്രലേഖ അവരെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു. സേവി അമ്മാവനും കൂടി ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഇഷാനിയും ശ്രീകുട്ടി അമ്മയും അടുക്കളയിൽ ഒത്തുകൂടി. ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയതെന്ന് പറഞ്ഞെങ്കിലും ചന്ദ്രലേഖ സമ്മതിച്ചില്ല. ചായ കുടിക്കണമെന്ന് നിർബന്ധം പറഞ്ഞു. ചായയും പലഹാരവും നിരത്തി. ചായ മാത്രം കുടിച്ചു എല്ലാവരും കുറെ നേരം സംസാരിച്ചിരുന്നു. ഫുഡ് ഏൽപ്പിച്ചിരിക്കായിരുന്നു അവിടെ. ബിരിയാണിയും സാദാ ചോറും എല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം അവർ തിരികെ പോകാൻ ഇറങ്ങി. വരുന്ന വഴിക്ക് തിയേറ്ററിൽ കയറി സിനിമയ്ക്ക് ടിക്കറ്റും എടുത്തു. സിനിമ തുടങ്ങാൻ കുറച്ച് സമയം കൂടിയുള്ളതുകൊണ്ട് അമ്മയും ശ്രീകുട്ടിയും കൊണ്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് കയറി സേവി. ശ്രീകുട്ടിക്കും അമ്മയ്ക്കും ചെറിയ രീതിയിൽ പർച്ചേസിംഗ് നടത്തി. ഒരു മകനെ പോലെ അവരോടൊപ്പം നിൽക്കുന്ന സേവയെ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞ രാജിയമ്മയുടെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.